വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു സബ്ജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അത് വലിയ സബ്ജക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സബ്ജക്റ്റാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും കൃപാസനത്തിലൊരു സാക്ഷ്യമായിട്ട് വേണം എൻ്റെ ഒരു അനുഭവമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. നിങ്ങളിത് കാണണം. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നാലും എൻ്റെ ഈ ഒരു ചെറിയ അനുഭവം കൊണ്ട് എനിക്ക് ലൈഫിൽ ഒരുപാട് അപ്സും ഡൗൺസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്താണ് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഞാൻ കൃപാസനം എന്ന് പറയുന്നൊരു ചർച്ചിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെ വീഡിയോസിൽ കാണാറുണ്ട്. സത്യത്തിൽ കുറേ ട്രോൾസൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ട്രോൾസ് കളിയാക്കുന്ന രീതി, അവിടെ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ. അവിടുത്തെ അമ്മയുടെ പത്രം അരച്ച് കഞ്ഞിയുടെ കൂടെ ചമ്മന്തി അങ്ങനെ കൊടുത്തപ്പോൾ അസുഖം ഭേദമായി, അതിനെക്കുറിച്ച് കളിയാക്കുന്ന വീഡിയോയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ അപ്പോഴൊക്കെ എനിക്കങ്ങനെ, ഞാൻ ഒരു ദൈവത്തിനെയും നിന്ദിക്കത്തില്ല. എനിക്കെല്ലാവരെയും ഒരുപോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ വിശ്വാസം അങ്ങനെയാണ് പോകുന്നത്. അപ്പം എനിക്കത് കണ്ടു കേട്ടു, ഞാൻ ജസ്റ്റ് വിട്ടു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്മമ്മ, അപ്പുറത്തെ അമ്മാമ്മമാർ ആൻറ്റിമാരൊക്കെ ഉടമ്പടി എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കും എടുക്കാൻ പറ്റുമെന്ന്. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്താൽ നമ്മളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാതാവ് മാറ്റിത്തരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ആ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും പ്രാർത്ഥനയിലൂടെ എന്ന്. പക്ഷേ ഞാൻ ചോദിച്ചപ്പം അവിടെ അന്ന് ആ ടൈമിൽ ഒരു 2018, 17, 19, 20, 21 ആ ടൈമിലാന്ന് തോന്നുന്നു. എൻ്റെ അറിവ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ആ ടൈമിലായിരുന്നു. ആ ടൈമിൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഹിന്ദുക്കൾക്കിപ്പം അവിടെ ഉടമ്പടി എടുക്കാൻ സാധിക്കില്ല. അവിടെ ഒരുപാട് ഹിന്ദുക്കൾ ഉടമ്പടി എടുക്കുന്നതുകൊണ്ട് എന്തോ ബ്ലോക്കൊക്കെ വെച്ചേക്കുവാണ്. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഉടമ്പടി എടുക്കാൻ സാധിക്കില്ലെന്നാണ്. അവർ ക്രിസ്ത്യൻസാണ്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം, പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോവാം, ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ബ്ലോക്കാക്കി വെച്ചേക്കുക. ഹിന്ദുക്കളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഉടമ്പടി എടുക്കാൻ കഴിയില്ല, പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ, കലവൂരാണ് പള്ളി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട് അങ്ങ് ദൂരമായതുകൊണ്ട് പന്തളം വെട്ടിയാറ സൈഡിലായിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഏറ്റവും വരെ കലവൂരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലോങ് ആയിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോഴും അന്ന് എനിക്ക് 2 വീലർ ഇല്ലായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോഴും പോകാൻ ഭയങ്കര ഇത്രയും ദൂരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകുമല്ലോ. അത് തന്നെയല്ല നമ്മൾ പോയിട്ടും കാര്യമില്ല, നമ്മൾ ഹിന്ദുക്കൾക്ക് അവിടെ ഉടമ്പടി എടുക്കാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പം ഞാൻ കരുതി പോകണ്ട, ഞാൻ ഹിന്ദുമത വിശ്വാസി ആയതുകൊണ്ട് ആ ടൈമിൽ ഞാൻ പള്ളികളിലൊക്കെ പോകുന്നതിലും എനിക്കിഷ്ടമാണ് ചർച്ചിൽ പോകാനിരിക്കാൻ. എനിക്ക് എപ്പോഴും ഒരു പീസ് ഓഫ് മൈൻഡാണ് ചർച്ചിലൊക്കെ പോയിരിക്കുമ്പോഴും. അത് അമ്പലങ്ങളിലായാലും അങ്ങനെയാണ്, ഒരു കാമാണ്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും വീട്ടിൽ പ്രാർത്ഥിക്കാൻ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴും മാതാവിൻ്റെ അങ്ങനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയൊന്നുമില്ല, കാര്യം നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഒരു ദിവസം ഈ അമ്മമ്മ പത്രം കൊടുക്കാനൊക്കെ ഇങ്ങനെ വന്നത് നമുക്ക് പത്രമൊക്കെ തരും, അതൊക്കെ വായിക്കും. അതിനകത്ത് ഓരോ അനുഭവങ്ങൾ ഞാൻ വായിക്കുമ്പോഴും എനിക്ക് പോയി എടുക്കണമെന്ന് എൻ്റെ മൈൻഡിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും എടുക്കും എന്നൊരു മൈൻഡിലായിരുന്നു. പക്ഷേ എടുക്കാൻ സാധിച്ചിട്ടേ ഇല്ല. ഞാൻ അത്രയും ഇയറിന് ശേഷം ഒരു ദിവസം ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. കാര്യം എൻ്റെ കുടുംബ വീട്ടിൽ കുറച്ച് മെയിൻ്റനൻസിൻ്റെ കുറച്ച് വിഷയമുള്ളത് കൊണ്ട് ഞാൻ ആ സമയത്ത് കുടുംബ വീട്ടിൽ മാറി ഞാനും അമ്മയും കൂടെ ചേച്ചിയുടെ വീട്ടിലാണ് വന്ന് നിന്നത്. ഒരു ദിവസം ഞാനും എൻ്റെ ചേച്ചിയും കൂടെ കിടന്ന്, ഞാൻ പകൽ സമയത്ത് ഉറങ്ങാറില്ല, പ്രത്യേകിച്ച് ജോലിയും ചെയ്യാറില്ല, എന്നാലും ഉറങ്ങാറില്ല. എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കാണും, എന്തെങ്കിലും റീൽസോ എന്തെങ്കിലും കണ്ടു. അപ്പം ഞാൻ ആ ടൈമിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനും എൻ്റെ ചേച്ചിയും കൂടെ. അപ്പം കണ്ടുകൊടുത്തി ഒരു 10-15-20 മിനിറ്റിന് ഒന്ന് കണ്ണടഞ്ഞു. ജസ്റ്റ് ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന കൂട്ടത്തിലൊന്ന് മയങ്ങുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ കൃപാസനം ചർച്ച്. ഞാൻ ആ ചർച്ച് കണ്ടിട്ടുള്ളത് വീഡിയോയിലും പിന്നെ നമ്മൾ എറണാകുളം പോകുന്ന വഴി റോഡ് സൈഡിലും കണ്ടിട്ടുണ്ട്. നമ്മളെ പള്ളി കയറിയിട്ടേ ഇല്ല, എനിക്ക് ആ പള്ളിയിൽ ഒരു കാര്യം അറിയത്തുമില്ല. അപ്പം ഞാൻ കാണുകയാണ് ആ ചർച്ചിൽ ഞാൻ നമ്മളുടെ വിളക്ക് മെഴുകുതിരി എന്ന് പറയുന്ന വിളക്ക് കാലോ അങ്ങനെ എന്തോ പറയത്തില്ലേ, ഫ്രണ്ട് നമ്മളത് പിടിച്ചുകൊണ്ട് പോകത്തില്ലേ, 3 തിരിയുള്ള. അപ്പോൾ അതും പിടിച്ച് ഞാൻ, എൻ്റെ കയ്യിൽ പത്രവും ഉണ്ട്, അതുമായിട്ട് ഞാൻ നടന്ന് ഫ്രണ്ടിലോട്ട് പോന്നു. ഉടമ്പടി എടുത്തവരുടെ ആ ഒരു എന്താ
പ്രാർത്ഥിച്ച് പാട്ട് പാടി മാതാവിനെ ആനയിച്ച് പോകത്തില്ലേ, ഉടമ്പടി അങ്ങനെ അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ഉച്ചയ്ക്ക് 2 മണി 2:30 ടൈമിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത്, എനിക്ക് ആ പള്ളിയിൽ പോകണം. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത്ര ദൂരമല്ലേ, എങ്ങനെ പോകും? അപ്പം എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ വീട്ടിൽ പറഞ്ഞപ്പോൾ മമ്മിയും പപ്പയൊക്കെ പറഞ്ഞു മുമ്പ് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടുന്ന് കിച്ചനെയും കൊണ്ട് ഞാൻ വെളുപ്പിന് 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കൃപാസനത്തിലോട്ട് വിട്ടു. എനിക്ക് വഴിയൊന്നും അറിയില്ലായിരുന്നു, കിച്ചനാണ് ഓടിച്ചത്. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ, അയ്യോ, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാനൊരു ചർച്ചിലും ഒരമ്പലത്തിലും പോയി എനിക്കിങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉടമ്പടി എടുക്കാനുള്ള ടോക്കൺ രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് ഉടമ്പടി എടുക്കാനുള്ള ടോക്കണൊക്കെ എടുത്ത്, അപ്പോൾ അതുവരെ കിച്ചൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒന്നുമില്ല. എന്ന് വെച്ചാൽ വിശ്വാസിയാണ്, എന്നാൽ അമിത വിശ്വാസമില്ല, ഒന്നിനെയും അധികമായിട്ട് ആരാധിക്കുകയോ സ്നേഹിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ അഡിക്ഷനും കാര്യങ്ങളും ഒന്നുമില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഉള്ളിലുണ്ട് വിശ്വാസം, അത് മതി. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള വിശ്വാസവും ഒന്നുമല്ല യഥാർത്ഥ ഭക്തി എന്ന ജാക്കൻ്റെ തോട്ട്. അതായിരിക്കും ശരിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ ഉടമ്പടി എടുക്കാൻ ടോക്കണുമായിട്ട് മുകളിലോട്ട് പോയി, പുതിയ ഉടമ്പടി. അപ്പം എനിക്കൊരു ബുക്കായിരുന്നു തന്നത്. കാര്യം ഹിന്ദുക്കൾക്കൊരു ബുക്കാണ് കൊടുക്കുന്നത്, ക്രിസ്ത്യൻസിന് ഒരു പേപ്പറാണ്. ഒരു പേപ്പർ പോലത്തെയൊക്കെയാണ്, എന്തൊക്കെയോ 3 പേപ്പറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഏറ്റവും മണ്ടയ്ക്ക് പോയി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടൻ 6:30 ഉടമ്പടിയായിരുന്നു. അവിടുത്തെ സ്റ്റാഫാന്ന് തോന്നുന്നു. ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഉടമ്പടി ക്ലാസ് 2 മണിക്കൂർ അങ്ങനുണ്ട്, അറ്റൻഡ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടും, ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമേ ഗേറ്റ് തുറക്കൂ, പുറത്ത് ആരെയും വിടുകയില്ല, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പുള്ളി പോയി. ഒരു 5-10 മിനിറ്റിനുള്ളിൽ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ദൈവമേ, എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്കവിടെ ഇരിക്കാനേ പറ്റുന്നില്ല. എനിക്ക് ഇറങ്ങി ഓടണം, ഈ ഒരു മെൻറ്റാലിറ്റിയാണ്. എന്നുവെച്ചാൽ എൻ്റെ മൈൻഡിൽ ഞാൻ അവിടെ ഇരുന്നാൽ എനിക്കെന്തോ എൻ്റെ ശരീരമൊക്കെ പെരുക്കുന്നു, എൻ്റെ ശരീരമൊക്കെ വേദനിക്കുന്നു, എനിക്കവിടെ ഇരിക്കേണ്ട, എന്തൊക്കെയോ ഡിസ്കംഫർട്ട്, എനിക്കവിടെ ഇരിക്കേണ്ട. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, സ്റ്റെപ്പ് ഇറങ്ങി പെട്ടെന്ന് പുള്ളി പൂട്ടിയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ താഴെ വരാൻ പറ്റത്തില്ല, താഴത്തെ ഗേറ്റ് ലോക്ക്ഡാന്ന് തോന്നുന്നു. അതായത് നമ്മളുടെ ആ ഹോളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവിടെ ഉടമ്പടി കൗൺസിലേഴ്സ് ഇരിക്കുന്ന അവിടെ ആ ഒരു പ്ലേസിൽ വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് വെട്ടി വേർക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് പറ്റുന്നില്ല, തല കറങ്ങുന്നു, അങ്ങനെ പല ബുദ്ധിമുട്ട്. എനിക്കറിയത്തില്ല എന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നേന്ന്. അപ്പം ആ ചേട്ടൻ ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു, എനിക്ക് പറ്റുന്നില്ല, ഹോസ്പിറ്റലിൽ പോകണോ എന്ന് എന്നോട് ചോദിച്ചു കേട്ടോ. അതൊക്കെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയൊക്കെ ഒരാൾ ചോദിക്കാനുണ്ടായല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പോകാൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ചേരം ഞാനിവിടെ നിന്നോട്ടെ, കാറ്റ് കൊണ്ടോട്ടെ, നിന്നോ, പതുക്കെ കയറി പോയാൽ മതി എന്ന് പറഞ്ഞു. അതൊരാശ്വാസമായി. അപ്പോഴും എനിക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് താഴെ ഇറങ്ങി. അവിടെ ഇപ്പോൾ ചർച്ചിൽ ജാക്കൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഓടി ചെന്ന് ജാക്കൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഉടമ്പടി എടുക്കാൻ കഴിയത്തില്ല, എനിക്ക് പറ്റത്തില്ല, എനിക്ക് പേടിയാവുന്നു, എനിക്കൊന്നിനും സാധിക്കുന്നില്ല, അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ശരീരമെല്ലാം വിറയ്ക്കുന്നു, എനിക്ക് ഒന്നിനും സാധിക്കുന്നില്ല, എനിക്കറിയില്ല എൻ്റെ അനുഭവം എന്താ, അങ്ങനെ എനിക്ക് എന്ത് പറ്റിയാന്ന് എനിക്കറിയത്തില്ല, ആരെങ്കിലും വിശ്വസിക്കുമോ ഇത് പറഞ്ഞാലെന്ന് അറിയത്തില്ല, എന്തായാലും എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, കിച്ചൻ നമുക്ക് പോവാമെന്ന് പറഞ്ഞു. എനിക്ക് പറ്റത്തില്ല ഉടമ്പടി എടുക്കാൻ. അപ്പം കിച്ചൻ പറഞ്ഞു, നമുക്ക് പോകാം, നീ ഒന്നുകൂടെ ശ്രമിക്കുക, നിന്നെക്കൊണ്ട് പറ്റും, ഒന്നുകൂടെ നീ പ്രാർത്ഥിച്ച് എനിക്ക് ക്രിസ്തീയ വിശ്വാസത്തിലുള്ള പ്രാർത്ഥനകളൊന്നും അറിയത്തില്ല. ആകെ ബൈ ഹാർട്ടായിട്ട് എനിക്കറിയാവുന്നത് നന്മ നിറഞ്ഞ മറിയമേയും സ്വർഗസ്ഥനായ പിതാവിക. കാര്യം അത് ഞാൻ പഠിച്ചത് ഞങ്ങളുടെ അപ്പുറത്തെ അമ്മമ്മ സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പം അവർ സൗണ്ടിലാണ് ചൊല്ലുന്നത്. അങ്ങനെ കേട്ട് എനിക്കത് പരിചിതമായി. ഞാനതങ്ങ് പഠിച്ചു, എനിക്കിഷ്ടപ്പെട്ടു. ആ 2 പ്രാർത്ഥന എനിക്കറിയത്തില്ല. അപ്പം ഞാക്കൻ പറഞ്ഞു, നീ മനസ്സിലൊന്ന് മാതാവിനെ വിളിച്ചിട്ട് നീ കയറിപ്പോ, നിനക്ക് പറ്റും എന്ന് പറഞ്ഞു. ഓക്കെ, കുറച്ച് നേരം ഞാൻ കിച്ചൻ്റെ കൂടെ അവിടെ ഇരുന്നു, ആ പള്ളിക്കകത്തിരുന്നു. അപ്പോൾ ഉടമ്പടി തുടങ്ങാൻ ടൈമാകുമെന്ന് എനിക്കറിയാം. ഞാൻ എന്തെങ്കിലും വരട്ടെ, കാര്യം എനിക്ക് എന്ത് സംഭവിച്ചാലും അവിടെ
കെയർ ചെയ്യാൻ ആൾക്കാരുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട് എന്നൊക്കെ എൻ്റെ മൈൻഡിൽ ഞാനങ്ങ് ഫിക്സ് ചെയ്തു. തിരിച്ച് കയറി പോയി. എനിക്ക് എന്നിട്ടും അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഒരു നെഗറ്റീവ് തോട്ടോ എന്തോ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ എൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഞാൻ ആ 2 മണിക്കൂർ എങ്ങനെ അവിടെ ഇരുന്നെന്ന് എനിക്കറിയാം. ആദ്യത്തെ 1 മണിക്കൂർ സഫോക്കേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസം പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു. എനിക്കവിടെ ഇരിക്കണ്ട, ഇറങ്ങി പോകണം എന്നൊരു മൈൻഡായിരുന്നു. ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എന്തിനാണ് ഞാൻ ആ പള്ളിയിൽ ചെന്നത് എന്നെനിക്ക് അറിയത്തില്ലായിരുന്നു. അതിനുശേഷം ഞാൻ പെട്ടെന്ന് ഉടമ്പടി 2 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞു. അവർ വന്നു, ഹിന്ദുക്കൾക്കൊരു പേപ്പർ തന്നു, നിയോഗം എഴുതാൻ, കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. എങ്ങനെയാണ് ഉടമ്പടി പ്രാർത്ഥന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. എൻ്റെ നിയോഗങ്ങൾ ഞാൻ എന്താ എഴുതിയെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എന്താ എഴുതിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ എഴുതി പെട്ടെന്ന് എഴുതി ഞാൻ നിയോഗം താഴെ പോയി അവിടെ തീയിലടിച്ചു, തിരി മേടിച്ചു, പത്രം മേടിച്ചു, ഏറ്റവും ഫ്രണ്ടിൽ പോയി മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കുണ്ടായ അത്ഭുതമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഉച്ചയ്ക്ക് ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നം ഞാൻ ആ മെഴുകുതിരി പിടിച്ച് ഫ്രണ്ടിൽ പോകുന്നതായിട്ടാണ് കണ്ടത്. അപ്പം ഞങ്ങളെല്ലാവരോടും നിൽക്കുവാണ്. അപ്പോൾ 5 6 കണ്ട് ടോക്കണുണ്ട്. അപ്പോൾ അതിൽ ഓരോരുത്തർ ഓരോന്ന് എടുക്കണം, ആരെങ്കിലുമൊക്കെ എടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് നീട്ടിയപ്പോൾ ഞാനൊരു ടോക്കൺ എടുത്തു. അത്ഭുതമാണോ എനിക്കറിയില്ല, എനിക്ക് കിട്ടിയത് ഞാൻ സ്വപ്നം കണ്ട അതേ വിളക്ക്, അതേ മെഴുകുതിരി. ഞാൻ വണ്ടടിച്ചു. കാര്യം നവംബർ 2 ഉച്ചയ്ക്ക് 2:30 ഇടയിൽ ഞാൻ കണ്ട സ്വപ്നം നവംബർ 3, 2023 അതേ വിളക്ക് കാല് അല്ലെങ്കിൽ ആ മെഴുകുതിരിയുമായിട്ട് ഞാൻ നിൽക്കുന്നു, മാതാവിന് മുന്നിൽ പോകുന്നു. ഇതാണ് ഞാൻ കണ്ടത്. എനിക്കറിയത്തില്ല ഞാനിതാ കണ്ടത്. കണ്ട കാര്യം നടന്നു. അതെൻ്റെ ലൈഫിൽ നല്ലൊരു അനുഭവമായിരുന്നു. അതെനിക്ക് മാതാവിലോട്ട് അടുക്കാനുള്ളൊരു വഴിയായിരുന്നു. എനിക്കറിയില്ല, കണ്ട കാര്യം നടന്നു. പിന്നെ അത് എനിക്ക് ആ വിളക്ക് കാല് കിട്ടിയപ്പോഴും ആ ഫ്രണ്ടിൽ അതും കൊണ്ട് പോകുമ്പോഴെല്ലാം എൻ്റെ മൈൻഡിൽ ഇങ്ങനെയായിരുന്നു, എന്തായിരിക്കും ഇതിൻ്റെ അടിസ്ഥാനം, എന്തുകൊണ്ട് എനിക്കിത് കിട്ടിയത്, ഇത് ഞാൻ സ്വപ്നം കണ്ട കാര്യമല്ലേ, സ്വപ്നം കണ്ടത് അതുപോലെ അങ്ങനെ നടന്നു എൻ്റെ ലൈഫിൽ, എന്തുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല, ഇതൊക്കെയായിരുന്നു എൻ്റെ തോട്ട്. എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ചെന്നു, മുട്ടയിൽ നിന്നു, പ്രാർത്ഥിച്ചു, തിരി കത്തിച്ചു. അതിനുശേഷം മാതാവിനോട് പ്രാർത്ഥിച്ചു, മുട്ടയിൽ നിന്ന് പറയേണ്ട പ്രാർത്ഥന ആ ബുക്കിലുള്ള എല്ലാം ചൊല്ലി, വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഉടമ്പടി നിക്ഷേപിച്ചു. അതിനുശേഷം ഞാൻ എണ്ണയൊക്കെ ആയിട്ട് തിരിച്ചിറങ്ങി വന്നു. പത്രമെല്ലാം കൊടുത്തു. പ്രാർത്ഥന ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലായിരുന്നു, കുഞ്ഞുവീട്ടിലായിരുന്നു. പക്ഷെ ഞാൻ അപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ മുട്ടിൽ നിന്ന് ഞാൻ ജപമാല ചൊല്ലുകയും മുട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒന്നും പറയണ്ട കാര്യം, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് അപ്സ് ഉണ്ടായി. എന്നെ ഒരു സ്ഥലത്തും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല മാതാവ്. അവിടെ മെയിൻ്റനൻസിൻ്റെ കാര്യം വന്നപ്പോൾ ഞാനൊരു വാടക വീട് നോക്കിയപ്പോഴും ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ബ്രോക്കർമാർ, അവർക്ക് എന്തായാലും നമ്മൾ ക്യാഷ് കൂടുതൽ കൊടുക്കേണ്ട അവസ്ഥ വരുമ്പോഴും ഞാൻ സ്വന്തമായിട്ട്, എൻ്റെ വീട്ടിൽ അച്ഛനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, അമ്മയും ഞാനേ ഉള്ളൂ, പിന്നെ എനിക്ക് സഹോദരി ഉണ്ട്, അവർ കെട്ടിച്ച സ്ഥലത്താണ്. എന്നാലും എൻ്റെ വലിയ കാര്യം ഞാൻ മാത്രമാണ് നോക്കേണ്ടത്. ഒരു വാടക വീട് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയൊരു ഇതായിരുന്നു. അതങ്ങനെ ഞാൻ കുറേ ബ്രോക്കേഴ്സിനെ ഏൽപ്പിച്ചു. അവർ മാറിയും തിരിഞ്ഞ് നോക്കി ആരും നമുക്ക് പറ്റിയ വീട് ഉണ്ട്. പക്ഷേ ഇവർക്ക് എന്തോ കമ്മീഷൻ കൂടുതൽ അങ്ങനെയൊക്കെ എന്തൊക്കെയോ നമ്മളൊരു എഗ്രിമെൻ്റ് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഹസ്ബൻഡ് എൻ്റെ വീടാണ്, വൈഫ് അത് സമ്മതിക്കത്തില്ല, നമ്മൾ ബാക്കായി പോന്നു. ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി, ആരുടെ ഹെൽപ്പില്ലാതെ. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് OLX വഴി കണ്ടുപിടിച്ച വീടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ വീട്ടിലാണ് താമസം. എൻ്റെ മാതാവാണ് എനിക്കിത് എത്തിച്ച് തന്നതിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു ആ സമയത്ത്. അത് ആലോചിക്കണം. എൻ്റെ പ്രാർത്ഥന എന്നുണ്ടായിരുന്നു, കാരുണ്യപ്രവൃത്തി, എല്ലാ കാര്യങ്ങളും ഞാൻ അതുപോലെ അതിൻ്റെ ഒരു വേ ഓഫ് ലൈഫിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ
അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി ഉഴപ്പി പിന്നീട് വന്നതൊക്കെ അതൊരു ബിഗ് സ്റ്റോറിയാണ്. ഞാനത് അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതെൻ്റെ ഒരു ചെറിയൊരു സാക്ഷ്യമാണോ, എൻ്റെ ഒരു അനുഭവമായിട്ട് കണക്കാക്കിയാൽ മതി. എനിക്കിതിവിടെ പറഞ്ഞു തരണം തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾക്കിതിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയണം. പിന്നെ ഇതിൻ്റെ ബാക്കി പാട്ടായിട്ട് ഞാൻ വരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.